നമസ്കാരം. കോൺട്രാക്ടേഴ്സിന് രണ്ട് തരത്തിലുള്ള TDS എപ്പോഴാണ് ബാധകമാകുന്നത്? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിലവിൽ ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് വർക്ക് കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ബില്ലുകൾ മാറിക്കിട്ടുമ്പോൾ GST മുഴുവൻ എടുക്കാറില്ല. ഇവിടെ സാധാരണയായി 2% GST, 1% TDS, 1% വെൽഫെയർ ഫണ്ട് തുടങ്ങി പല രീതിയിലുള്ള ടാക്സുകളാണ് പിടിക്കുന്നത്. GST നിയമത്തിലെ നോട്ടിഫിക്കേഷൻ നമ്പർ 3/2022 പ്രകാരം സർക്കാർ പണികൾ നടത്തുന്ന കരാറുകൾ 18% GST ആണ് നൽകേണ്ടത്. അതുപോലെ തന്നെ സെക്ഷൻ 51 പ്രകാരം സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസികൾ, ലോക്കൽ അതോറിറ്റി തുടങ്ങിയവ കൊടുക്കുന്ന ഗുഡ്സിനും സർവീസിനും ഉള്ള കരാറുകൾ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നാൽ അവാർഡർ അഥവാ ഗവൺമെൻറ് അതോറിറ്റീസ് 2% TDS പിടിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇതിനു പുറമെ ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ 194C പ്രകാരം 1% TDS വ്യക്തികൾക്കാണെങ്കിൽ മറ്റുള്ളവർക്ക് 2% പിടിക്കുന്നുണ്ട്. ഈ പറഞ്ഞ രണ്ട് നിയമത്തിലുമുള്ള TDSകൾക്കും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം ലേബർ വെൽഫെയർ ഫണ്ട് തുടങ്ങിയ തുകകൾ കരാറുകാരൻ്റെ ഒരു ചെലവ് ആയതുകൊണ്ട് ഇതിന് പ്രത്യേകമായിട്ട് ക്രെഡിറ്റ് ലഭിക്കുകയില്ല. GST നിയമത്തിലുള്ള TDSൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ TDS റിട്ടേൺ സബ്മിഷൻ നടത്തിയ ശേഷം ഇത് ക്യാഷ് ലെഡ്ജറിൽ ലഭ്യമാകുന്നുണ്ട്. ഇത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലെ തന്നെ ക്രെഡിറ്റ് എടുക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇൻകം ടാക്സ് നിയമപ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ഇൻകം ടാക്സ് നിയമത്തിലെ 1% TDS ഫോം നമ്പർ 26AS അല്ല എങ്കിൽ AIS അനുസരിച്ച് നമുക്ക് ക്രെഡിറ്റ് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺട്രാക്ടേഴ്സിൻ്റെ കേസിൽ ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സിന് മാത്രമേ GST നിയമത്തിലെയും ഇൻകം ടാക്സിലെയും TDS ബാധകമാകുകയുള്ളൂ. താങ്ക് യു.